ഹലോ നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോഴുള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരി വിവേകാനന്ദ പാറയിലോട്ട് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. ബോട്ടിന് 75 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വിവേകാനന്ദ പാറയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ 30 രൂപയുടെ ഒരു ടിക്കറ്റ് കൂടെ നമ്മൾ എടുക്കണം. ഇവിടുത്തെ പ്രവേശന ഫീസാണത്. അതുപോലെ ഇവിടെ താഴ്ഭാഗത്ത് മാത്രമേ നമ്മൾ ചെരുപ്പിട്ട് നടക്കാൻ പാടുള്ളൂ. ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അത് ഫ്രീ ആയിട്ട് ചെരുപ്പ് സൂക്ഷിക്കാൻ സാധിക്കും. അവിടെ ചെരുപ്പ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഉൾവശത്ത് പുറം സൈഡിലെല്ലാം നമുക്ക് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാം. വീഡിയോ ക്യാമറയാണേലും മൊബൈൽ ഉപയോഗിച്ച് എന്തും ഫോട്ടോ എല്ലാം എടുക്കാം. പക്ഷേ അകത്തൊന്നും തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ പരിപാവനമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണിത്. 1863 ജനുവരി മാസം 12-ാം തീയതി കൊൽക്കട്ടയിലാണ് നരേന്ദ്രനാഥ് ദത്ത എന്ന സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം 1902 ജൂലൈ മാസം 4-ാം തീയതി 39-ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. ഈ ഹ്രസ്വമായ ജീവിതത്തിനിടയിൽ അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സന്ദർശിക്കുകയും ഇന്ത്യ മുഴുവനും സന്ദർശിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ ചുറ്റി കറങ്ങിയത്. സ്വാമി വിവേകാനന്ദൻ തൻ്റെ സമകാലിക ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള തത്വചിന്തകളിൽ ഒരാളായും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താവുമായാണ് അറിയപ്പെടുന്നത്. അതേപോലെ അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗത്തും വേദാന്ത മിഷണറി പ്രവർത്തനം നടത്തി വിജയിപ്പിച്ച ഒരാളാണ്. ഏറ്റവും രാജ്യസ്നേഹമുള്ള സന്യാസിമാരിൽ ഒരാളായി അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിച്ച് തൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം സംസാരിക്കുകയും അതിന് ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തികളാണ്. 1892 ഡിസംബർ 24-നാണ് സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിലെത്തിയത്. ഈ മുനമ്പിൽ നിന്നും അദ്ദേഹം ഏതാണ്ട് 500 മീറ്റർ ദൂരമുള്ള ഈ പാറ വരെ നീന്തിയാണ് വന്നതെന്ന് കരുതപ്പെടുന്നു. ഇവിടെ വന്ന് അദ്ദേഹം 3 പകലും 3 രാത്രിയും ഇവിടെ ധ്യാനത്തിൽ ഇരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ വിവേകാനന്ദ പാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രശസ്തമായ വേറൊരു സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. തിരുവള്ളുവറിൻ്റെ സ്റ്റാച്ചു ആണത്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവറിൻ്റെ ഏതാണ്ട് 41 മീറ്റർ, ഏതാണ്ട് 133 അടി ഉയരമുള്ള ശിലാശില്പമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. 2000 ജനുവരി മാസം 1-ാം തീയതി അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധിയാണ് അത് അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ അത് ഒരു നല്ലൊരു രസകരമായ ഒരു പ്രതിമയാണ്. ഇപ്പം ഇവിടുന്ന് ഈ വിവേകാനന്ദ പാറയിൽ നിന്നും അങ്ങോട്ട് പോകാനായിട്ട്, തിരുവള്ളുവർ പ്രതിമ കാണാൻ പോകാനായിട്ട് ഒരു പാലം, ഈ 2 പാറകളും തമ്മിൽ ചേർത്തുകൊണ്ട് പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് കാണാൻ പറ്റും പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ശ്രീപാദ മണ്ഡപത്തിലേക്കാണ്. ഈ കാണുന്നതാണ് ശ്രീപാദ മണ്ഡപം. ദേവി കന്യാകുമാരിയുടെ കാൽപാദം പതിഞ്ഞു എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ്. ആ ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെ പ്രതിമയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനുള്ളിലോട്ട് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അകത്ത് ക്യാമറ അലൗഡ് അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ഇംഗ്ലീഷുകാർ വരുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ്. ക്യാമറയായിട്ട് മാത്രമേ ഉള്ളിലോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് നടന്നു പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയോ അവിടെ നിന്ന് കാഴ്ചകൾ കാണുകയോ എന്ത് വേണേൽ ചെയ്യാം. യാതൊരു ബുദ്ധിമുട്ടും അതിനില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കിനിയും മറ്റ് കാഴ്ചകൾ ഇങ്ങനെ കാണാം. ഈ പെയിന്റ് അടിച്ചിരിക്കുന്നത് എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടായിരിക്കും. ഈ പെയിന്റ് അടിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഈ ചൂട് സമയത്ത് നമ്മുടെ കാൽപാദങ്ങളിൽ പൊള്ളലേക്കാതിരിക്കാൻ വേണ്ടി, ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അതുവഴി നടന്നാൽ നമുക്ക് ചൂട് വളരെ കുറച്ച് മാത്രമേ അനുഭവപ്പെടുത്തുള്ളൂ. പക്ഷേ ഇന്ന് ചൂട് വളരെ കുറവാണ്. ഇന്ന് സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സൂര്യന് ഉദിച്ചു, ഏതാണ്ട് 11 മണിയായി. നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നില്ല. കാർമേഘം കംപ്ലീറ്റ് മൂടിയിരിക്കുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ സാധാരണ ഇവിടെ കംപ്ലീറ്റ് കുറേ നേരം ഉച്ച ഒരു മധ്യാഹ്നമൊക്കെ 2 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കംപ്ലീറ്റ് ചുട്ടു പഴുക്കുന്ന ഒരു അവസ്ഥയാകുമ്പോഴേ നമുക്ക് കാല് പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുവഴി ഈ പെയിന്റ് അടിച്ച് ഇത് ഭാഗത്തൂടെ നടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നടക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 3 കടലുകളുടെ സംഗമ സ്ഥാനമാണ് ഇവിടെ. അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും
സംഗമിക്കുന്ന ത്രിവേണി സംഗമം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിവേകാനന്ദ മെമ്മോറിയൽ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ 5 ബുക്ക് സ്റ്റാളാണുള്ളത്. എല്ലാ ഭാഷയിലെയും, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലെയും, പിന്നെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ബുക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ബുക്ക് സ്റ്റാളിലും പല രീതിയിലുള്ള ബുക്കുകൾ അവർ അറേഞ്ച് ചെയ്തിരിക്കും. നമുക്ക് ആവശ്യമുള്ള ബുക്കുകൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും. 1, 2, 3, 4, 5 ഡോറ് സെപ്പറേറ്റ് ബുക്ക് സ്റ്റാളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വേറെ ഒരു ധ്യാന മണ്ഡപമുണ്ട്. നമുക്കിവിടെ ഈ ബുക്ക് സ്റ്റാളിൽ നിന്ന് കയറി ബുക്കൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിലെ ധ്യാന മണ്ഡപത്തിലോട്ട് പോകാം. ബുക്ക് സ്റ്റാളിൽ പക്ഷേ ക്യാമറ അലൗഡാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു വേണ്ട, നിയമം ലംഘിക്കുന്നില്ല, ഉള്ളിലോട്ടൊന്നും ക്യാമറ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷമാണ് അകത്തോട്ട് കയറിയത്. അവിടുത്തെ സ്റ്റാഫ് ചിലർ മലയാളികളാണ്, ചിലർ തമിഴ് ആൾക്കാരുമാണ്, നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. ഹിന്ദി ഏത് ലാംഗ്വേജ് വേണേലും അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് അവിടെ ബുക്ക് സ്റ്റാളിൽ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നടന്ന് നമ്മൾ ബാക്ക് സൈഡിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ബാക്ക് സൈഡല്ല, നമ്മൾ കയറി വരുന്ന ഫ്രണ്ട് സൈഡ്. അവിടെ ഈ സൈഡിൽ തന്നെ ധ്യാന മണ്ഡപം ഉള്ളത്. അപ്പോൾ നമുക്ക് ധ്യാന മണ്ഡപം നമുക്ക് നോക്കാൻ പോകാം. ഈ സൈഡിലായിട്ട് ധ്യാന മണ്ഡപമുണ്ട്. അതുകൊണ്ട് ആൾക്കാർ കയറുന്നത് ധ്യാന മണ്ഡപത്തിലോട്ടാണ്. അവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിശബ്ദരായിരിക്കണം. അവിടെ ഒരു സംസാരമൊന്നും പാടില്ല. വളരെ നിശബ്ദമായിട്ടിരുന്ന് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പ്രണവ മന്ത്രം, ഓങ്കാരം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ നമുക്കിരുന്ന് മനസ്സമാധാനത്തോടെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. വളരെ സൗണ്ട് കുറച്ചുള്ള ഒരു ധ്യാനം, മറ്റാരും ഒന്നും സംസാരിക്കാതെ ഇരുന്നുള്ള ധ്യാനമാണ്. താല്പര്യമുള്ളവർക്ക് അവിടെ കയറി ധ്യാനിക്കാൻ സാധിക്കും. ഇതാണ് കയറി പോകുന്നതാണ് ധ്യാനമണ്ഡപം. അപ്പോൾ മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിലോട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. ഇവിടെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമയുണ്ട്. അപ്പം അത് ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഉള്ളിൽ കയറി അത് കാണാൻ സാധിക്കും. നമുക്ക് ഈ സൈഡിൽ കൂടെ നമുക്ക് നോക്കാം അത് കാണാൻ പറ്റുമെന്ന്. ഡോറിൻ്റെ അവിടെ വരെ ക്യാമറ അലൗഡാണ്. ഡോറ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല. പക്ഷേ ഇത് ഇറങ്ങി വരുന്ന വഴിയാണ്. നമ്മൾ പക്ഷേ അവിടെ നമുക്ക് നോക്കാം കാണാൻ പറ്റുമോയെന്ന്. പുറത്തുനിന്ന് ചിത്രീകരിച്ചോളാൻ പറഞ്ഞു. അകത്ത് ക്യാമറ കയറ്റിട്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ സാധാരണ ചിത്രങ്ങളിലൊക്കെ കാണുന്നതിൻ്റെ കൂട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ, അതാണ് ഉള്ളിലുള്ളത്. അപ്പോൾ നമുക്കിനി തിരിച്ച് ഫ്രണ്ട് സൈഡിലോട്ട് തന്നെ പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത പല സംസ്ഥാനത്തുള്ള ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അവരുടെ ഡ്രസ്സിൽ നിന്ന് തന്നെ നമുക്ക് ഏതൊക്കെ സംസ്ഥാനമെന്ന് കുറേയൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രക്കാരുണ്ട്, രാജസ്ഥാനികളുണ്ട്, ഒറീസക്കാരുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത ആൾക്കാർക്കൊക്കെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ചിലരുടെയൊക്കെ ലാംഗ്വേജും ചിലരുടെ വസ്ത്രധാരണവും ചിലരെയൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാറ്റും നല്ല രസവുമാണ്. പല പ്രാവശ്യം ഞാൻ പറയും കാറ്റിൻ്റെ കാര്യം നല്ല രസമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഇപ്പം തന്നെ നല്ല കാർമേഘം മൂടി നിൽക്കുകയാണ്. ഇന്ന് ഇവിടെ രാവിലെ ഇവിടെ വന്ന് നമുക്ക് സൺറൈസും അതുപോലെ തന്നെ വൈകിട്ട് സൺസെറ്റും കാണാൻ സാധിച്ചില്ല, കാർമേഘം മൂടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത, ഇവിടെ ഈ പാറപ്പുറത്ത് വീഴുന്ന കംപ്ലീറ്റ് വെള്ളം അവർ ഇവിടെ സംഭരിക്കുന്നുണ്ട്, ജലസംഭരണിയുണ്ട്. അതിൻ്റെ കണക്കൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര ലിറ്റർ വെള്ളം അവിടെ സൂക്ഷിക്കാൻ സാധിക്കുമെന്നൊക്കെ. ഇവിടെ നല്ലതാണ്, നല്ലൊരു വൈബാണ്. ഇവിടെ കംപ്ലീറ്റ് ശുചിത്വം, അതാണ്. ഒരു ശകലം പോലും ഒരു പൊടി പോലും ഇവിടെ വീഴാതെ, വേസ്റ്റ് വീഴാതെ കംപ്ലീറ്റ് കാര്യങ്ങൾ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് മുകളിൽ ഒന്നുകൂടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മഴയ്ക്ക് മുമ്പ് എങ്ങനെയും നമുക്ക് കരയ്ക്കത്ത് നോക്കാം. സ്റ്റെപ്പുകളൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യമുള്ളത്, മഴ സമയത്ത് ഇവിടെ സന്ദർശിക്കാൻ ഒട്ടും പറ്റിയ സ്ഥലമല്ലിത്. ജൂൺ ജൂലൈ മാസത്തിലൊന്നും ഈ പ്രദേശത്ത് സന്ദർശിക്കാൻ ഒട്ടും നല്ല സ്ഥലമല്ല. ഒരു ചൂടുള്ള കാലത്താണ് ഇവിടെ വരാൻ നല്ലത്. കാരണം പാറയിലെല്ലാം വഴുക്കലും മറ്റു കാര്യങ്ങളുള്ള സമയത്ത് അത് പ്രത്യേകം പറയുന്നുണ്ട്. ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നല്ല മഴ, മൺസൂൺ സമയത്തൊന്നും നല്ല തിരയും മറ്റു കാര്യങ്ങളുണ്ട്. ബോട്ട് ചിലപ്പം ഇത് വരത്തില്ല. സീറഫാകുമ്പം ബോട്ട് യാത്ര ഇല്ല.
അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ക്ലൈമറ്റിന് അനുസരിച്ച് ഇവിടെ കന്യാകുമാരി ഇവിടെ വിവേകാനന്ദ പാറ വരണമെങ്കിൽ അങ്ങനെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അപ്പോൾ തിരിച്ച് യാത്ര ബോട്ട് വരുന്നത് നോക്കി നിൽക്കുന്നു. അപ്പോൾ തിരിച്ചങ്ങോട്ട് ഇറങ്ങാനും ചെറിയൊരു ക്യൂ ഉണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കന്യാകുമാരിയുടെ കാഴ്ചകൾ ഇനിയുണ്ട്. നമുക്ക് അടുത്ത 1-2 വീഡിയോയിലൊക്കെ നമുക്കത് ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോഴേ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.